നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഈ ചാനലിൽ ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് ഒരു ആദ്യം മുതൽ അവസാനം വരെയുള്ള സംക്ഷിപ്ത വിവരണ പരമ്പര ചെയ്യുകയുണ്ടായി. അത് അവസാനിച്ചു. എന്നാൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ കുറേയും കൂടി എല്ലാ ശ്ലോകങ്ങളെയും പറ്റി പറയുന്ന അധ്യായമായിട്ട് തിരിച്ച് ശ്ലോകങ്ങളായി പറയുന്ന ഒരു പരമ്പര തുടങ്ങുകയാണ്. ഓരോ അധ്യായങ്ങളിലും എന്തൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ഇതിനു മുമ്പേ ഉള്ള പരമ്പരയിൽ പറഞ്ഞിട്ടില്ല. വിഷയങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോവുക, അത്രയുണ്ടായത്. നിസ്വയംവരം പറയും, ഇത്രയേ ഉള്ളൂ. അത് ഏതൊക്കെ അധ്യായത്തിൽ ഏതൊക്കെ ശ്ലോകങ്ങളിൽ എങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന ഒരു പഠന സൗകര്യം അതിന് ഇല്ല. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പുതിയ പരമ്പര ആരംഭിക്കുന്നത്. ആദ്യം തന്നെ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു ശ്ലോകത്തിനെ കുറിച്ചുള്ള അന്വയാർത്ഥം, പിന്നീടൊരു വിവരണം. ആ വിവരണം എത്ര വേണമെങ്കിലും നീട്ടാം. ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പേജ് കണക്കിന് വിവരിച്ചിട്ടുള്ള ശ്ലോകങ്ങളുണ്ട് വ്യാഖ്യാതാക്കൾ. അപ്പം അത്തരം ഒരു പദ്ധതിയിലേക്ക് ഇവിടെ പോകുന്നില്ല. അന്വയാർത്ഥത്തിനേക്കാൾ ഒന്നും കൂടി വേണ്ട ദിക്കിൽ വിശദീകരിച്ചിട്ട് ഒരു വിവരണം മാത്രമാണ് ഈ പരമ്പരയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് നമുക്കത് ആരംഭിക്കാം. നാരായണ സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. ആദ്യമായിട്ട് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം പ്രതിപാദിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പത്മപുരാണത്തിലത്തെ 6 അധ്യായത്തിലാണ് ഭാഗവത മാഹാത്മ്യം പറഞ്ഞിരിക്കുന്നത്. എല്ലാ പുരാണങ്ങളുടെയും മാഹാത്മ്യം പത്മപുരാണത്തിലുണ്ട് എന്നാണ്. സ്കന്ദപുരാണത്തിൻ്റെയും ദേവി ഭാഗവത്തിൻ്റെയും എല്ലാ പുരാണത്തിൻ്റെയും. അപ്പം അതിൽ ഏത് തരത്തിലുള്ള ദോഷവും ശ്രീമദ് ഭാഗവതം കൊണ്ട് പോവും. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാൻ ഈ ഭാഗവതം കൊണ്ട് കഴിയും. പ്രേതബാധ മുതലായിട്ടതൊക്കെ ഇല്ലാതാക്കാനും ആ പ്രേതത്തിന് മോക്ഷം കൊടുക്കാനും കഴിയുന്നുള്ള കഥ 6 അധ്യായങ്ങളിലായിട്ട് വിവരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ശ്ലോകമാണ് ആ സച്ചിദാനന്ദ രൂപായ എന്ന് ചില പഴയ ഗ്രന്ഥങ്ങളിലില്ല. 2ാമത്തെ ശ്ലോകം മുതലൊക്കെ ഉള്ളത്. ചില വ്യത്യാസങ്ങളും പാഠഭേദങ്ങളൊക്കെ ഗ്രന്ഥത്തിന് അനുസരിച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ എന്നാണ് ശ്ലോകം. അത് ചില ഗ്രന്ഥങ്ങളിലില്ല. അപ്പം അതിന് മുമ്പേ ഒരു വന്ദന ശ്ലോകമുണ്ട്. അത് ഭാഗവതത്തിലുള്ളതല്ല. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. അത് ഭാഗവത ശ്ലോകമല്ല, മാഹാത്മ്യത്തിലുള്ളതും അല്ല, ഒന്നുമല്ല. പൊതുവേ ഒരു വന്ദനം കൊണ്ട് തുടങ്ങി. നാരായണനായിരിക്കുന്ന കൃഷ്ണന് നമസ്കാരം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം. വ്രജപ്രിയം എന്നവിടെ ഭക്തവത്സലൻ എന്നുള്ള അർത്ഥത്തിൽ ഭക്തവത്സലനായിരിക്കുന്ന കൃഷ്ണന് നമസ്കാരം. വ്രജം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ കൂട്ടം, ശരീരം. ഭക്തന്മാരെ ഇഷ്ടപ്പെടുന്ന ഭഗവാൻ. നാരായണൻ പരമാത്മാവ്, എല്ലാ ശരീരത്തിലും ഉള്ള അന്തര്യാമി എന്നർത്ഥം. കൃഷ്ണം ദൈവായനം വന്ദേ വ്യാസൻ. പുരാണങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വ്യാസനെ വന്ദിച്ചു. കൃഷ്ണം വന്ദേ പ്രദാസുതം, അർജുനനെ നമസ്കരിച്ചു. അർജുനൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ഏറ്റവും അടുത്തൊരു ഭക്തനായതുകൊണ്ട് ഭക്തനും ഭഗവാനും ഭാഗവതവും 3 അല്ല 1
എന്ന ന്യായപ്രകാരം അർജുനനെയും നരനാരായണന്മാരെയും കൂടി വന്ദിച്ചു. അർജുനൻ നരൻ്റെയും കൃഷ്ണൻ നാരായണൻ്റെയും പ്രതീകമാണ്. അങ്ങനെ ഒരു വന്ദന ശ്ലോകത്തോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. തുടക്കമാണ് എന്ത്? സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടിയിരിക്കുന്നതും സത്ത് ചിത്ത് ആനന്ദം എന്ന് പറഞ്ഞാൽ കുറേ പറയാനൊക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ട്. സത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത്, സദാ ത്രായതേ ഇത് സത്യ. ചിത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിയിലും മനസ്സിലും ചിന്തിച്ച് അറിയേണ്ടത്, അനുഭവത്താൽ അറിയേണ്ടത്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയില്ല, അതിനെയാണ് നമ്മൾ ചിത്ത് എന്ന് പറയുന്നത്. ആനന്ദം ഈശ്വരനെ അറിഞ്ഞാലുള്ള ഫലം, അനുഭവം, ആനന്ദപ്രാപ്തിയാണ്. അപ്പോൾ ഭഗവാൻ ആനന്ദ സ്വരൂപനും ആണ്. അങ്ങനെ സച്ചിദാനന്ദ രൂപായ. ഈ എന്താ പ്രത്യേകത പറഞ്ഞത്? വിശ്വോത്പത്തിയാദി ഹേതവേ, ലോകത്തിൻ്റെ ഉൽപ്പത്തി, നിലനിൽപ്പ്, ലയം മുതലായിട്ടതിന് കാരണമായിട്ടുള്ളവനും. ഏതിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി? ഭഗവാനിൽ നിന്ന്. ഏതിൽ നിലനിൽക്കണു? ഭഗവാനിൽ നിലനിൽക്കണു. നിലനിൽക്കാനൊരു ആസ്പദം ഇല്ലാണ്ട് ഒന്നും നിലനിൽക്കില്ല. ആണ് ആസ്പദമായിട്ടുള്ളതും. ഉത്പത്തി ആദി, വിശ്വോത്പത്തിയാദി ഹേതവേ. പിന്നെ പറഞ്ഞത് നാശം. ഒരു കാലത്ത് ഈ പ്രപഞ്ചം ഇല്ലാണ്ടാവും. അപ്പോൾ ഏതിലാണ് പോയി ലയിക്കുന്നത്? ഭഗവാനിൽ തന്നെ. ഇല്ലാണ്ടാവുന്നില്ല എന്നർത്ഥം. ഇല്ലാണ്ടാവില്ല, ലയിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റാണ്ടേ വേണം. നമുക്ക് കാണാൻ പറ്റാത്തത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ രോഗാണുക്കൾ മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാൻ പറ്റും. ഈ പ്രപഞ്ചം ലയിച്ചിട്ട് നമുക്ക് ദൃശ്യമാവുന്നില്ല എന്നുള്ളത് കൊണ്ട് അതില്ലാതാവില്ല, മറിച്ച് ഉണ്ടായ ശക്തിയിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. ആണ് വിശ്വോത്പത്തിയാദി ഹേതവേ താപത്രയ വിനാശായ. എന്തിനാണ് നമ്മൾ ഭഗവാനെ അറിയണത്, ഭജിക്കണത്, ഇത്രയൊക്കെ ബുദ്ധിമുട്ടണത് എന്നാണെങ്കിൽ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ ഇല്ലാണ്ടാക്കാൻ. താപത്രയ വിനാശായ. ഏതൊക്കെയാണ് 3 തരത്തിലുള്ള ദുഃഖങ്ങൾ? പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ദുഃഖങ്ങളാണ് ആദിദൈവികം, മനസ് ദുഃഖങ്ങളാണ് ആധ്യാത്മികം, രോഗാദി പീഡകളാണ് ആദി ഭൗതികം. ഇത് 3 മൂന്നാക്കിയിട്ട് നമ്മൾ ദുഃഖങ്ങളെ തിരിക്കാം. ഏത് ദുഃഖത്തിനും ഒരു മറുമരുന്നാണ് ഭഗവത് ഭജനം എന്ന് പറയുന്നത്. താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ഇനി അടുത്ത ശ്ലോകം. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദൈവായണോ വിരഹകാതര ആജുഗാവ പുത്രേതി തന്മയതയാ തരവോപിനേതു തം സർവഭൂതഹൃദയം വിനിമാനതോസ്മി. കഥ പറഞ്ഞുകൊണ്ടങ്ങനെ വിവരിക്കുകയാണെങ്കിൽ ഒക്കെ വളരെയേറെ വിവരിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ സംക്ഷിപ്തമായിട്ടാണ് പറയണത്. ഇവിടെ പ്രധാന വിഷയങ്ങൾ നമുക്ക് മനസ്സിലാവാനും പ്രകാശിക്കാനും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ അതിനെ കാണാം. ഒന്ന്, പരമഗുരുവായിട്ടുള്ള ഈശ്വരൻ തന്നെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഏറ്റവും വലിയ ഗുരു ഈശ്വരനാണ്. പിന്നെ നമുക്ക് ആരിൽ നിന്ന് കിട്ടിയോ, നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗുരു, തൊട്ട് മീതെയുള്ള നമ്മൾ ആരിൽ നിന്ന് കിട്ടിയോ അവരും ഗുരുവാണ്. പിന്നെയോ ഈശ്വരൻ മുതൽക്ക് നമുക്ക് കിട്ടിയ ഗുരു വരേക്ക് ആരൊക്കെ ഉണ്ടോ അതാണ് ഗുരു പരമ്പരാം. ഇപ്പം പറഞ്ഞു തന്ന ആൾ, അയാളുടെ മീതിലുള്ള ആൾ, അയാളുടെ മീതിലുള്ള ആൾ, അയാളുടെ മീതിലുള്ള ആൾ, അങ്ങനെ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ചങ്ങലയാണത്. വലിയൊരു ചങ്ങല. ആ ഗുരു പരമ്പരയെ വന്ദിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക, ഒരാളെ മാത്രമല്ല. ഇപ്പം പറഞ്ഞു തന്ന ആൾ മുതൽ ഈശ്വരൻ വരെയുള്ള കണ്ണികളെ വന്ദിക്കുന്നു. അതാണ് ശരിക്കും ഗുരുവന്ദനം. ഇവിടെ ശുഗമഹർഷിയാണ് നേരിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആൾ. അവിടെ ശുഗമഹർഷിയാണ് നമസ്കരിക്കുന്നത്. മുനിം ആനതോസ്മി, സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ആത്മസ്വരൂപിയായിട്ടുള്ള ശുഗനെ നമസ്കരിക്കുന്നു. എന്തുകൊണ്ടാണ് ആത്മസ്വരൂപി എന്ന് പറയാൻ കാരണം? അതാണ് 3 വരികളിൽ പറഞ്ഞത്. പലപ്പോഴും അവസാനത്തെ വരിയിൽ പറഞ്ഞ കാര്യം
അതിൻ്റെ മീതെ പറഞ്ഞ 3 വരി കൊണ്ട് സമർത്ഥിക്കുക. അങ്ങനെയാണ് ഈ സംസ്കൃത ശ്ലോകങ്ങളുടെ ഒരു രീതി അധികവും വരിക. ഇപ്പോൾ ഇവിടെ പറഞ്ഞു എന്തൊക്കെയാണ് ശുഗമഹർഷിയുടെ പ്രത്യേകത. ആത്മസ്വരൂപിയായിട്ടുള്ള ശുഗമഹർഷിയുടെ പ്രത്യേകതകൾ. എം ഏതൊരാളാണോ എം പ്രവ്രജന്തം, ആദ്യത്തെ വിശേഷണമാണ് പ്രവ്രജന്തം. എന്താണ് പ്രവ്രാജനം? ഈ ലോകത്തിൽ എല്ലാ കാര്യത്തിലും വിരക്തി വന്നിട്ട് വിട്ടു പോവുക. കാട്ടിലേക്കോ ഹിമാലയത്തിലേക്കോ നമ്മൾ ഈ ജനിച്ച് വളർന്ന ഒരു ഇത് അല്ലാത്ത സ്ഥലത്തേക്ക് പോകണം. ഒരു ബന്ധമില്ലാത്ത സ്ഥലത്തേക്ക് പോവുക. വീട് വിടുക. അതുപോലെ നമുക്ക് ഭക്ഷണമോ ബാക്കി കാര്യങ്ങളോ വസ്ത്രമോ മുതലായിട്ട് ഇതിലൊന്നിനും പിന്നെ ഒരു ബന്ധമില്ല. എന്തേ കിട്ടിയേച്ചാൽ അത് കഴിക്കുക, എവിടെ തരാച്ചാൽ അവിടെ കിടക്കുക, എന്തേ കിട്ടിയേച്ചാൽ അത് ഉടുക്കുക. എന്തേ കിട്ടിയേച്ചാൽ ഉടുക്കുക എന്നാണ്. മരവുരിയാവും ചിലപ്പോൾ, വൽക്കലാവും ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ചര്യയ്ക്കാണ് പ്രവ്രാജനം ചെയ്യുക എന്ന് പറയുക. അതിൻ്റെ ഷോർട്ട് ഫോമാണ് പ്രവ്രജന്തം, പ്രവ്രാജനം ചെയ്തവൻ. അതിന് വീടില്ല, നാടില്ല, ബന്ധുക്കളില്ല, അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആ ബന്ധങ്ങളൊന്നും ഇല്ല. അച്ഛൻ വ്യാസനാണ്, പക്ഷെ ആ ബന്ധങ്ങളൊന്നും വിട്ടിരിക്കണു. അങ്ങനെ പ്രവ്രജന്തം, എല്ലാം വിട്ടവനും. പിന്നെ അനുപേതം അപേതകൃത്യം. അനുപേതം അർത്ഥം ഉപനയനം കഴിക്കാത്തവൻ. ഉപനയനാദി ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങൾ ചെയ്യാത്തവൻ. പണ്ടൊരു വേർഷൻ ഉണ്ട്, ഒരു രീതി, വേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരം രീതി. ആചാര്യസ്ഥാനത്ത് ഉള്ളവർക്ക് പൂണൂലിൻ്റെ അത്യാവശ്യം ഇല്ല. വേണ്ട, പാടില്ല എന്നല്ല, നിർബന്ധം ഇല്ല. പൂണൂലില്ല എന്നതുകൊണ്ട് ഒരാൾക്ക് ആചാര്യനായി കൂടാ എന്നില്ല. യഥാർത്ഥമായിട്ടുള്ള ആത്മീയ ആചാര്യൻ വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് അതീതനാണ്. നമ്പൂതിരി എന്ന് പറയുന്നത് വർണ്ണമാണ്. നമ്പൂതിരിമാരല്ലാത്തവർക്ക് പൂണൂലിടാം. നമ്പൂതിരിമാർക്ക് മാത്രമേ പൂണൂല് പാടൂ എന്നില്ലല്ലോ. പൂണൂല് ഒരിക്കലും ജനിച്ച ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്പൂതിരിമാരല്ലാണ്ട് അമ്പലത്തിൽ പൂജിക്കുന്നവർ, ഉപനയനം കഴിച്ചവർ എത്രയോ ഉണ്ട്. അബ്രാഹ്മണരെന്ന് നമ്മൾ വീക്ഷിക്കണവർ, ജനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണത് പറയണത്. ശരിക്കും അബ്രാഹ്മണരല്ല, അവരെല്ലാവരും ബ്രാഹ്മണരാണ്. ഉപനയനം കഴിക്കുക, ഈശ്വര മാർഗങ്ങൾ അവലംബിക്കുക, സ്വഭാവം ഉണ്ടാവുക, സാത്വിക ബുദ്ധി, ഇവരൊക്കെ ബ്രാഹ്മണരാണ്. അല്ലാണ്ട് ജനനമല്ല ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ജനനം കൊണ്ട് ബ്രാഹ്മണനല്ല, നമ്പൂതിരിയല്ല. പൂണൂലിട്ടവരുണ്ട്, ആ പൂണൂലും വേണ്ട ഭാഗവതം കൊണ്ടാൽ എന്നർത്ഥം. അപ്പോൾ വർണ്ണത്തിനും ആശ്രമത്തിനും എല്ലാവിധ അതിർവരമ്പുകൾക്കും അപ്പുറത്താണ് ഭാഗവതം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് സമുദായത്തിൽ ജനിച്ചില്ല എന്നത് ശ്രീമദ് ഭാഗവതം പഠിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ഒരു മാനദണ്ഡം അല്ല എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വ്യക്തമാക്കി. അനുപേതം ഉപനയനാദി ശൗതസ്മാർത്ഥ കർമ്മങ്ങൾ ചെയ്യാത്തവൻ, കഴിക്കാത്ത ആളാണ് ശുഗമഹർഷിക്ക് പൂണൂലില്ല, ഓർക്കണം. ആദ്യത്തെ ഭാഗവതാചാര്യന് പൂണൂലില്ല. അപേതകൃത്യം എന്ന് പറഞ്ഞാലോ, ഉപനയനം അല്ലാത്ത കർമ്മങ്ങളും ഉണ്ട്, അതും വേണ്ട. അതിൻ്റെയും അപ്പുറത്ത് ഉപനയനം പ്രത്യേകിച്ച് പറഞ്ഞു, എമ്പിലാണോ നമ്മൾ പിടിക്കുക. അതുകൊണ്ട് അത് ഒന്ന് വ്യക്താക്കിയെന്നേ ഉള്ളൂ. അതല്ലാത്തതായിട്ടുള്ള കർമ്മങ്ങളും ചെയ്യാത്തവൻ, അതിക്രമിച്ചവൻ. ഒരു പരിധി എത്തിയാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ എന്തിനാണ്? ഈശ്വരനെ അറിയാൻ. ഈശ്വരനെ അറിഞ്ഞാലോ പിന്നെ ഈ കോണിപ്പടികളുടെ ആവശ്യമില്ല. ഒരു വീട്ടിലത്തെ പൊന്തയും കാടും മുഴുവനെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് അയാൾക്ക് ആയുധമില്ല. അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങി, ഒരു ആയുധം തരണട്ടോ, കുറച്ച് പണിയുണ്ട്. തരാലോ, അതിനെന്താ. എല്ലാം വെട്ടിക്കഴിഞ്ഞാലോ, കൊണ്ടുപോയിക്കോളൂ കേട്ടോ, ഞാൻ ആവശ്യമില്ല. പിന്നെ ആയുധം അയാളുടെയാണ്, അയാൾ കൊണ്ടുപോയിക്കോട്ടെ. അപ്പോൾ ഇതെന്തിനാണ് ഈ ആയുധം?
അവിടെ ആ വിചാരിച്ച കാര്യം നടക്കാനാണ്. അത്രയേ ഉള്ളൂ ഈ പൂണൂലാണെങ്കിലും സൗതസ്മാർത്ഥ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈശ്വരനെ അറിഞ്ഞാൽ പിന്നെ അതിനൊന്നും പ്രസക്തിയില്ല. അപ്പം അതിനെ അതിക്രമിച്ചവനും ഉപനയനവും അല്ലാത്ത കർമ്മങ്ങളും കർമ്മങ്ങളെയും അതിക്രമിച്ചവനും പ്രവ്രജന്തം എന്ന് പറഞ്ഞാലോ പ്രവ്രാജനം ചെയ്തു പോവുക. നേരത്തെ തന്നെ പറഞ്ഞു പ്രവ്രാജനത്തിൻ്റെ കാര്യം. അങ്ങനെയുള്ളവനെ ആരാണ് ഈ ശുഗമഹർഷി? വ്യാസപുത്രനാണ്. അപ്പോൾ ഈ ഭാഗവതം മുഴുവന് മകനായ ശുഗന് അച്ഛൻ പറഞ്ഞു കൊടുത്തു, വ്യാസൻ. അത് വെറുതെ ഒരു പറയലുമല്ല, വെറുതെ ഒരു കേൾക്കലുമല്ല. അങ്ങനെ ഇപ്പോൾ പറയലും കുറയലും കുറെ കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ ലോകത്തിൽ, അല്ലേ? അങ്ങനെയല്ല, അത് പറയേണ്ട പോലെ പറയുകയും ചെയ്തു. ഗ്രന്ഥകർത്താവ് പറഞ്ഞു കൊടുത്താൽ കുറവ് വരില്ലല്ലോ. കേൾക്കേണ്ട ആൾ കേൾക്കേണ്ട പോലെ കേൾക്കുകയും ചെയ്തു. അപ്പം അവിടെ ഒരു പ്രത്യേകത ഉണ്ടാവും. ആചാര്യനാകുന്ന അരണി, ശിഷ്യനാകുന്ന അരണി രണ്ടും കൂടി കടഞ്ഞാൽ ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ടാവും. രണ്ടും വേണ്ട പോലെയായ ഉദ്ദേശിച്ച ഫലം ഉണ്ടാവും. വിരക്തിയുടെ കാര്യത്തിൽ ശുഗനെ കവച്ചു വയ്ക്കാൻ ആരുമില്ല. അറിവിൻ്റെ കാര്യത്തിൽ വ്യാസനെ കവച്ചു വയ്ക്കാനും ആരുമില്ല. നമ്മളൊക്കെ വ്യാസനെയാണ് ഗുരുവായിട്ട് വന്ദിക്കുന്നത് വിദ്യാരംഭം കഴിക്കുമ്പോൾ. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അവിടെ എന്തുണ്ടാവും? അഗ്നി. എന്തഗ്നി? ജ്ഞാനമാകുന്ന അഗ്നി. ജ്ഞാനമാകുന്ന അഗ്നി ശുഗനിൽ അങ്ങോട്ട് പ്രകാശിച്ചു, ആളിക്കത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് അച്ഛൻ ഉണ്ടാവുമോ? അമ്മയുണ്ടാവുമോ? ഭാര്യ ഉണ്ടാവുമോ? ഭർത്താവ്, കുട്ടികൾ, പ്രപഞ്ചബന്ധം ഉണ്ടാവുമോ? ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം പ്രവ്രാജനം ചെയ്തു. ആര്? ശുഗമഹർഷി വ്യാസനിൽ നിന്ന് ഭാഗവതം കേട്ടു. ഒക്കെ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാലേ അവിടേക്ക് എത്തുള്ളൂ. അപ്പം ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. ചില ഭാഗങ്ങളൊക്കെ അങ്ങനെയാണ്. ഭാഗവതത്തിൽ ചില ശ്ലോകങ്ങൾ നമ്മൾ ബാഹ്യ അർത്ഥമാണ് പറഞ്ഞു പോയാൽ കാര്യമായിട്ടൊന്നും പിടികിട്ടില്ല. ഇങ്ങനെയെങ്കിലും പറയണം, അതുകൊണ്ടാണ് നമ്മൾ വിസ്തരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ വിട്ടുപോയി. പ്രവ്രാജനം ചെയ്ത് പോയപ്പോൾ വ്യാസന് ദുഃഖം തോന്നി. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭാഗവതം അഭ്യസിച്ചിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് കേട്ട ആളാത്രേ ഒന്ന് മീതയാവുക. എപ്പോഴും അതങ്ങനെയാണെന്നാണ്. പറഞ്ഞു കൊടുക്കുന്ന ആൾ ഒന്ന് താഴെയും ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ആൾ ഒന്ന് മീതിയും എന്നാണ്. അങ്ങനെ ആവുക. അത് എന്താ കാരണം ചോദിച്ചാൽ, വക്താവിനേക്കാൾ ഈ വിഷയത്തിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ കഴിയുക ശ്രോതാവിനാണ്. അതുകൊണ്ട് ഭാഗവത ശ്രവണത്തിനുള്ള ഫലം വക്താവിന് പോലും കിട്ടില്ല എന്ന് പറയുന്നത്. ആ ശ്രവണം കൊണ്ടേ കിട്ടൂ. പറയുന്നതുകൊണ്ട് എങ്ങനെ കിട്ടുക? പറയലാണ്, കേൾക്കലാണ്, വ്യത്യാസമല്ലേ? അപ്പോൾ ആ ശ്രവണം കൊണ്ട് ഈ ശുഗൻ എല്ലാ ബന്ധങ്ങളും വിട്ട് പ്രവ്രാജനം ചെയ്തപ്പോഴോ വ്യാസന് ദുഃഖമായി. ആകെ ആറ്റുനോറ്റുണ്ടായിട്ടൊരു പുത്രനാണ് ഈ ശുഗൻ. ഉണ്ണി, പുത്ര എന്ന് വിളിക്കാൻ ഒരാളില്ലാണ്ടായല്ലോ. ഭാഗവതം പറഞ്ഞിട്ടിപ്പോൾ അതാ ഗുണമുണ്ടായി. ഉള്ള മകനും പോയി എന്നൊരു നിരാശ അദ്ദേഹത്തിന് വന്നു. ബാഹ്യമായിട്ടുള്ളാണിത് പറയണത്. അപ്പോൾ ആ തൻ്റെ പുത്രൻ ഭാഗവതം കേട്ട ആത്മജ്ഞാനിയായി എന്ന സന്തോഷം അനുഭവിക്കല്ലേ വേണ്ട. തൻ്റെ പറയൽ പൂർണ്ണ പ്രയോജനം ചെയ്തു എന്ന് തോന്നുന്നതിന് പകരം എന്ത് തോന്നി? ഈശ്വര, എൻ്റെ പുത്രൻ എനിക്ക് നഷ്ടപ്പെട്ടുവോ എന്നൊരു തോന്നൽ. അവിടെയാണ് മായയാണത്. എന്നിട്ട് എന്ത് ചെയ്തു? പുത്ര എന്ന് വിളിച്ചു. പുത്രേതി ആണ് ദൈവായനോ വിരഹകാതര ആജുഹാവ. വിരഹകാതരനായിക്കൊണ്ട് തൻ്റെ പുത്രനെ നഷ്ടപ്പെട്ടുവോ എന്ന വിരഹ ദുഃഖത്താൽ ദൈവായനായ വ്യാസൻ തൻ്റെ പുത്രനെ വിളിച്ചു. ദൈവായനോ വിരഹകാതര ആജുഹാവ. ഏതൊരു ദൈവായനാണ് വിരഹകാതരനായിട്ട് വിളിച്ചത് ആജുഹാവ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. എന്ത് വിളിച്ചു? പുത്രേതി. അവിടെ കുറച്ച് ദീർഘം ഉണ്ട് കേട്ടോ. പുത്രേതി എന്നാണ്. ഈ സംസ്കൃതത്തിൽ ഹ്രസ്വവും ദീർഘവും, കൂടുതൽ ദീർഘവും ഒന്നും കൂടി ദീർഘം അങ്ങനെ ഉണ്ട് എന്നാണ്. മലയാളത്തിൽ ഹ്രസ്വവും ദീർഘവും മാത്രമേ ഉള്ളൂ, അ എന്നും ആ എന്നും.
പക്ഷേ സംസ്കൃതത്തിൽ ആ ആ ആ ആ വേദത്തിലൊക്കെ അങ്ങനെയൊക്കെ നീട്ടേണ്ടിയിരിക്കും ചിലപ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഹ്രസ്വം, ദീർഘം, അതിദീർഘം, അത്യതിദീർഘം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ പുത്ര എന്നല്ല വിളിച്ചത്, പുത്ര എന്നുമല്ല, പുത്ര എന്ന് വിളിച്ചു. അപ്പം ആ വിളിച്ചത് എങ്ങനെയാണ് നമുക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുത്ര എന്നങ്ങനെ വിളിച്ചു. ആ വിളി ഹിമാലയത്തിൽ ഇങ്ങനെ പ്രതിധ്വനി ഉണ്ടായി, മുഴങ്ങി. പ്രതിധ്വനി മലയും പുഴയൊക്കെ ആകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പ്രതിധ്വനി ഉണ്ടാവില്ല, പുത്ര ആ ആ ആ ആ, ഇതിങ്ങനെ പ്രതിധ്വനി ഉണ്ടായി. പക്ഷേ പുത്രൻ വിളി കേട്ടില്ല. അങ്ങനെ അദ്ദേഹം മോക്ഷത്തെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. തന്മയതയാ തരവോപിനേതു. പകരം ആര് വിളി കേട്ടു? വൃക്ഷങ്ങൾ വിളി കേട്ടു എന്നാണ്. തരവ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ. തരവോ അഭിനേതു. ഇവിടെ തരവങ്ങൾ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ. അവർ മറുപടി പറഞ്ഞുവോ? ആർക്കു വേണ്ടി മറുപടി പറഞ്ഞുവോ? എന്താണ് വൃക്ഷങ്ങൾ പറഞ്ഞത് എന്നാണെങ്കിൽ അത് ഇവിടെ പറയണില്ല. പക്ഷേ സന്ദർഭപ്രകാരം നമുക്ക് ഊഹിക്കാം. എന്ത്? അങ്ങയുടെ പുത്രൻ അങ്ങയുടെ പുത്രൻ മാത്രമല്ല, അല്ലാതായിരിക്കുന്നു. പുത്രൻ, അച്ഛൻ, അമ്മ, ഈ ബന്ധങ്ങളൊക്കെ ഏത് വരെയുള്ളൂ? ഇതൊക്കെ ഒരു പരിധി വരെയുള്ളൂ. ആ പരിധി വിട്ട ആത്മാവിന് ഇതൊന്നും ബാധകമല്ല. അതിനെ കാണിക്കുന്ന ഒരുപാട് കഥകളും സന്ദർഭങ്ങളൊക്കെ ഈ ഭാഗവത്തിൽ വരുന്നുണ്ട്. ആത്മാവിന് ഇതൊന്നും ബാധകമല്ല. ഈ താര മാർത്തടിച്ച് ബാലി വരിച്ചപ്പോൾ പറഞ്ഞു, ആരുടെ? നിങ്ങളുടെ ഭർത്താവ് ജീവനോ ദേഹമോ? ജീവനാണെച്ചാൽ ജീവൻ മരണമില്ലല്ലോ, ശരീരം വിട്ടിട്ടല്ലേ ഉള്ളൂ. നീ ശരീരമാണെച്ചാൽ അതിവിടെ കിടക്കുന്നുണ്ട്. അപ്പം നീ ദുഃഖിക്കുന്നത് ശരീരമല്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ശരീരമല്ല, ജീവനല്ല, ആത്മാവുമല്ല. പിന്നെ എന്താ ഭർത്താവ്? ഭർത്താവ് എന്നുള്ളത് മനസ്സുകൊണ്ടൊരു സങ്കല്പം മാത്രമാണ്. സത്യത്തിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. തവെന്നല്ല, ഒരു ബന്ധവും നിലനിൽക്കുന്നതല്ല. അത് നമ്മൾ കൽപ്പിച്ചുണ്ടാക്കുക സത്യത്തിൽ. അതുകൊണ്ട് അങ്ങയുടെ പുത്രൻ അങ്ങയുടെ പുത്രനല്ല, ആത്മസ്വരൂപിയായി മാറി. ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് വാസ്തവത്തിൽ മുക്തി. മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംഗതിയാണ് മോക്ഷം എന്നാണ് പലരുടെയും വിചാരം. അകലേ അല്ല. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവും മനസ്സും എത്തിച്ചേർന്ന അത് തന്നെയാണ് മുക്തി. ഞാൻ ആരുടെയും മകനല്ല, ഞാൻ ആരുടെയും ആരുമല്ല, ഞാൻ ആത്മാവാകുന്നു, ഈ ശരീരമല്ല. അതുതന്നെയാണ് മുക്തി. അങ്ങനെ ആയി തീർന്നത് കൊണ്ട് വൃക്ഷങ്ങൾ പറഞ്ഞു, അങ്ങയുടെ പുത്രൻ ഇനി മുതൽ അങ്ങയുടെ പുത്രൻ അല്ല. അതാണ് വൃക്ഷങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞ സംഗതി ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ അതാണ് പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ ഏതൊരാളെ വിളിച്ചപ്പോഴാണ് വൃക്ഷങ്ങൾ മറുപടി പറഞ്ഞത്? തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. ആ മുനിയെ നമസ്കരിക്കുന്നു. തം മുനിം ആനതോസ്മി. ഇവിടെ മുനിയുടെ വിശേഷണമാണ് സർവഭൂതഹൃദയം. എല്ലാ ജീവജാലങ്ങളും, ഭൂതം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ, സർവ്വജീവജാലങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെയും താതാത്മ്യം പ്രാപിച്ച മുനി. ആരാ മുനി? ശുഗമഹർഷി. ശുഗമഹർഷിയെ നമസ്കരിക്കുന്നു. ഞാൻ ആദ്യം വർക്ക് ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഏതൊരു ശുഗമഹർഷിയെ ആണ് വന്ദിക്കുന്നതെന്ന് പറയണം. അതിന് വിശേഷണങ്ങളൊക്കെ നോക്കാം. പ്രവ്രജന്തം, പ്രവ്രാജനം ചെയ്തു പോയവൻ. അനുപേതം, ഒരുവിധ ശൗതസ്മാർത്ഥ ജന്മം മുതൽക്ക് ചെയ്യേണ്ട കർമ്മങ്ങളാണവ ചെയ്യാത്തവനും. 2, അപേതകൃത്യം. അനുപേതം എന്ന് പറഞ്ഞാൽ ഉപനയനം ചെയ്യാത്തവൻ. അപേതകൃത്യം, മറ്റ് കൃത്യങ്ങൾ ചെയ്യാത്തവൻ. ഇനി 3, ദ്വൈപായനോ വിരകകാതര ആജുഗാവ. വ്യാസൻ ഏതൊരാളെയാണോ വിളിച്ചത് അതിന് വൃക്ഷങ്ങൾ വിളി കേട്ടു. കുട്ടി വിളി കേട്ടില്ല, പുത്രൻ വിളി കേട്ടില്ല. പുത്രേരി തന്മയതയാ തരവോപിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. അങ്ങനെയുള്ള സർവഭൂത ആത്മസ്വരൂപിയായ ശുഗമഹർഷിയെ നമസ്കരിക്കുന്നു. അപ്പം അതൊക്കെയാണ് വിശേഷണങ്ങൾ. പ്രവ്രാജനം ചെയ്തു പോയി, ഉപനയനം ചെയ്തില്ല, മറ്റ് കർമ്മങ്ങൾ ചെയ്തില്ല. അങ്ങനത്തെ ഏതൊരു പുത്രനെയാണ് വ്യാസൻ
വിരഹകാതരനായിട്ട് വിളിച്ചത് പുത്ര എന്ന്. അപ്പോൾ വൃക്ഷങ്ങൾ വിളി കേട്ടത്. അങ്ങനെ സർവഭൂതഹൃദയ ആത്മസ്വരൂപിയായ മഹർഷിയെ നമസ്കരിക്കുന്നു പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ശ്ലോകം പറഞ്ഞത്. അടുത്ത ശ്ലോകം നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദ കുശലശൗനകോ ബ്രവീറ്റ്. നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദ കുശലശൗനകോ അബ്രവീറ്റ്. നൈമിഷേ നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ ആസീനം ഇരിക്കുന്ന സൂതനെ, സൂതം എങ്ങനത്തെ സൂതൻ? മഹാമതിയായിട്ടുള്ള ബുദ്ധിമാനായ സൂതൻ. വിശേഷണമാണ് സൂതം ആസീനം മഹാമതി എന്നാണ്. സൂതം മഹാമതി സൂതം മഹാമതിയായിട്ടുള്ള സൂതനെ അഭിവാദ്യം ചെയ്തിട്ട്, അഭിവാദ്യ നമസ്കരിച്ചിട്ട് വന്ദിച്ചിട്ട്, അഭിവാദനം എന്നുള്ള വാക്കിനതൊക്കെയാണ് അർത്ഥം. നൈമിഷേ മഹാമതിം സൂതം അഭിവാദ്യ. നൈമിഷ ക്ഷേത്രത്തിൽ ബുദ്ധിമാനായ സൂതനെ നമസ്കരിച്ചിട്ട് ആര്? ശൗനകൻ ചോദിച്ചു. ഈ സംസ്കൃതത്തിൽ ചോദിച്ചു എന്നുള്ളതിനും പറഞ്ഞു എന്നുള്ളതിനും ഒരേ വാക്കാ വരിക. ഉവാച എന്ന് വരും. അങ്ങനെയാണ് വെച്ചാൽ അബ്രവീത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ചോദിക്കുക എന്നൊരു വാക്ക് അങ്ങനെ ഇല്ല. വാക്കുണ്ട്, പപ്രച്ഛ എന്നുണ്ട് കേട്ടോ. പപ്രച്ഛ എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നും അബ്രവീത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. പക്ഷേ അതങ്ങനെ അല്ലാണ്ടി പറയും. അബ്രവീത് എന്ന വാക്ക് ചോദിച്ചു എന്നതിനും പറയും. അപ്പം അഭിവാദ്യ മഹാമതി ശൗനകൻ സൂതനോട് ഇപ്രകാരം ചോദിച്ചു. ആരാണ് ഈ ശൗനകാദികൾ? കഥാമൃതരസ ആസ്വാദ കുശല. കഥയാകുന്ന അമൃതത്തെ ആസ്വദിക്കുന്നതിൽ പ്രത്യേക കഴിവ് നേടിയവർ. അങ്ങനെയുള്ള ശൗനകാദികൾ ഇപ്രകാരം ചോദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇനി ചോദ്യങ്ങൾ പറയുന്നത്. ഈ കഥ ആസ്വദിക്കണമെങ്കിൽ ഒരു കഴിവ് വേണം. അതാണ് ഇവിടെ കഥ അമൃതരസ ആസ്വാദ. കേൾക്കണച്ച കഴിവൊന്നും വേണ്ട കേട്ടോ. ചെവിയുള്ളവർക്കൊക്കെ കേൾക്കാം. ശിവാക്കളും മൃഗങ്ങളും നമ്മൾ പറയണ ഈശ്വരകഥ കേൾക്കുന്നുണ്ട്. അതിന് കഴിവൊന്നും വേണ്ട. ചെവി ഉണ്ടെങ്കിൽ കേൾക്കും. പക്ഷേ ആസ്വദിക്കണമെങ്കിലോ അതിന് കഴിവ് വേണം. സംഗീതമായാലും വേണ്ടില്ല, വേറെ എന്തായാലും വേണ്ടില്ല, ഈശ്വരകഥയായാലും വേണ്ടില്ല. ആസ്വാദനം എന്ന് പറയുന്നത് ഒന്ന് വേറെയാണ്. കാരണം അതിൻ്റെ ആ രസം ഇങ്ങനെ ഉൾക്കൊണ്ട് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ട് കേൾക്കൽ, അതാണ് ഇവിടെ ആസ്വാദനം. ശ്രവണം എന്നല്ല പറഞ്ഞത്. കഥാമൃതരസ ശ്രവണം എന്ന് പറഞ്ഞില്ല. കഥാമൃതരസ ആസ്വാദ കുശലശൗനഗോപ്രവീറ്റ്. അവർക്കത് ആസ്വദിക്കാൻ അറിയാം. ഭാഗ്യം ചെയ്ത ജീവന്മാർക്കേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആസ്വദിച്ചിട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റുള്ളൂ. നമ്മളെ തന്നെ മറന്ന് ഇങ്ങനെ കേൾക്കുക. അങ്ങനെ കേൾക്കണം വെച്ചാൽ ദൈവാനുഗ്രഹവും ഭാഗ്യവും അതൊരു പ്രത്യേക സിദ്ധി തന്നെയാണ്. അങ്ങനെയുണ്ട് കേൾക്കുമ്പോൾ ഒക്കെയുടെ മറക്കുക എല്ലാവർക്കും പറ്റുമോ? പറ്റില്ല. അതാണ് നമ്മുടെ കഥാമൃത രസ ആസ്വാദ കുശല ശൗനകോ പ്രവീത് എന്ന് പറഞ്ഞത്. ഇനി ആ ശൗനകാദികൾ ചോദിച്ച ചോദ്യങ്ങൾ, അതിന് സൂതൻ പറയുന്ന മറുപടി കുറേയുണ്ട്. ചോദ്യം ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം.